ഹലോ നമസ്കാരം. ഹൊല വേൾഡിൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓസ്ട്രേലിയയുടെ ജെനുവിൻ സ്റ്റുഡൻറ്റ് റിക്വയർമെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാനും വിസ കൈക്കലാക്കാനും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓസ്ട്രേലിയയിലെ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ റിക്വയർമെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വെബിനാർ വരുന്നുണ്ട്. ജൂൺ 6 വൈകുന്നേരം 7 മണി ഇന്ത്യൻ ടൈം. ശ്രദ്ധിക്കുക, വൈകിട്ട് 7 മണി ഇന്ത്യൻ ടൈമാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് GSൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും പ്രിപ്പയർഡ് ആയിട്ട് ചോദിക്കാം. ആ വെബിനാറിൽ എല്ലാ ഡയമെൻഷൻസും GSൻ്റെ എല്ലാവിധ പോസിബിലിറ്റീസും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ അറ്റൻഡ് ദിസ് വെബിനാർ. അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന കരിയർ ഗൈഡൻസ് വെബിനാർ ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി. ഡേറ്റ് ഒന്നുകൂടെ പറയുന്നു, ജൂൺ 6 ശനിയാഴ്ച വൈകുന്നേരം 7 മണി ഇന്ത്യൻ ടൈം. ഇനി ഓസ്ട്രേലിയ അല്ലാണ്ട് വേറെ രാജ്യങ്ങൾ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ അനുസരിച്ച് സ്കോളർഷിപ്സും നോക്കിയിട്ട് നിങ്ങളുടെ മാർക്സ് അനുസരിച്ച് എലിജിബിൾ ആവുന്ന കൺട്രീസ്, ഏറ്റവും ബെസ്റ്റ് പോസിബിൾ കോഴ്സസ് ഏത് രാജ്യത്തായിരിക്കും ചെയ്യാൻ നല്ലത് തുടങ്ങിയ ഒരു കോംപ്രഹെൻസീവ് ഇൻഫർമേഷൻ തരാനായിട്ട് ഞായറാഴ്ച ഞങ്ങൾ എത്തുന്നു. ജൂൺ 7 വൈകുന്നേരം 7 മണി ഇന്ത്യൻ ടൈം. ശ്രദ്ധിക്കുക, ഈ സമയത്ത് നമ്മൾ നടത്തുന്ന വെബിനാറിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രാജ്യത്തെ ഏത് കോഴ്സ് പഠിക്കുന്നത് നന്നായിരിക്കുമെന്ന് മനസ്സിലാക്കുന്ന ഒരു ഡീറ്റെയിൽഡ് വെബിനാർ ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യുന്ന ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അയർലൻഡ്, UK, കാനഡ, അതുപോലെ യൂറോപ്യൻ കൺട്രീസ്, ഇപ്പോൾ അറൈസ് ആയി വന്നുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ കൺട്രീസ്, ഏഷ്യൻ കൺട്രീസ് ലൈക്ക് സിംഗപ്പൂർ ആൻഡ് ദുബായ്, ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ആ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് കൂടുതൽ ഇൻസൈറ്റ്സ് ലഭിക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒന്നുകൂടി പറയുന്നു, ജൂൺ 7 ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക്. ഈ കഴിഞ്ഞ ആഴ്ച ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. റിക്വയർമെൻറ്റ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ വിസ റിജക്ഷനിലേക്ക് ലീഡ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം, ഇൻഡസ്ട്രിയിൽ ഒത്തിരി മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഫാസ്റ്റ് ലെയിൻ സർവീസുകളുണ്ട്, അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റേഴ്സ് നമ്മൾ നേരെ എടുത്തു തരും, റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യേണ്ടതില്ല. ഞങ്ങളിപ്പം ഹൊല വേൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 വർഷമായപ്പോഴും ഞങ്ങൾ പലപ്പോഴും നേരിട്ട ഏറ്റവും വലിയൊരു ട്രബിളാണ്, ഇന്ന ഏജൻസിക്ക് ഇന്ന യൂണിവേഴ്സിറ്റിയുമായിട്ട് പ്രത്യേകമായ ബന്ധമുള്ളതുകൊണ്ട് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റേഴ്സ് നേരെ ഇഷ്യൂ ചെയ്ത് തരുന്നുണ്ട്, റിക്വയർമെൻറ്റ്സ് നോക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ അടുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പല സ്റ്റുഡൻസ് പോലും ഇങ്ങനെ വേറെ ഏജൻസികൾ വഴി പോയി അൺകണ്ടീഷണൽ മേടിക്കുകയും വിസ സ്റ്റേജിൽ പോയിട്ട് റിജക്ഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ടായി. അപ്പം ഞാൻ അതിനെപ്പറ്റി വീണ്ടും എടുത്തു പറയുകയാണ്. റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സ് യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. ഈ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക എന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ ജോലിയാണ്. പക്ഷേ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റികൾ ഏജൻസിനെ ഏൽപ്പിക്കും കുറേ കാര്യങ്ങൾ. ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസിനോട് പറയും, നിങ്ങളിതെല്ലാം ചെക്ക് ചെയ്തിട്ട് തരണം, അവർക്ക് സമയക്കുറവുള്ളതുകൊണ്ട്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് മിസ്യൂസ് ചെയ്യുന്ന ഏജൻസാണ് ഈ ഒരു വിസ റിജക്ഷനിലേക്ക് ഇന്ന് ഇന്ത്യനെ എത്തിക്കുന്നതിൻ്റെ ഒരു കാരണം. അപ്പോൾ ഈ ഫാസ്റ്റ് ലൈൻ സർവീസുകൾ, അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വിത്തൗട്ട് GS ചെക്സ് എന്നൊക്കെ പറയുന്നതിൽ അതൊക്കെ ഒരു തരത്തിലുള്ള ചതിക്കുഴിയാണ്, തട്ടിപ്പാണെന്ന് പറയേണ്ടി വരും. എന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏജൻസികളോ യൂണിവേഴ്സിറ്റികളോ അവർക്ക് നഷ്ടമൊന്നും വരുന്നില്ല. ഒരു വിസ റിജക്ഷൻ വന്നാൽ ടോസ് ഇട്ട് നോക്കുന്ന പോലെയാണ്. റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ബാൻ സംഭവിക്കുന്നത് കുട്ടിക്കാണ് സമയം നഷ്ടപ്പെടുന്നത്, കുട്ടിയുടെ പേരൻസിൻ്റെ പണമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ 2300 ഓസ്ട്രേലിയൻ ഡോളേഴ്സാണ് നമ്മൾ കെട്ടിവെക്കേണ്ട തുക. അപ്പോൾ ഈ ഒരു തുക നഷ്ടപ്പെടുന്നത് നമ്മളുടെ കയ്യിൽ നിന്നൊന്നും അല്ല, ഒൺലി ഫ്രം ദ ഹാൻഡ്സ് ഓഫ് സ്റ്റുഡൻസ്. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ട്രാൻസ്പെറൻ്റായിട്ട് ഈ ഇൻഫർമേഷൻ എല്ലാവരും എത്തിക്കണം. എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനലുള്ള മറ്റ് ഏജൻസികളും ഇത് പറയാറുണ്ട്. മറ്റുള്ളവർ കൺഫ്യൂസ്ഡ് ആവാതെ ഈ ഒരു ന്യൂസ് ബാക്കിയുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഈ റിക്വയർമെൻറ്റ്സ് എങ്ങനെ മീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. ഹൊല വേൾഡിൻ്റെ ഞങ്ങൾ ആദ്യമായിട്ട് ഈ ബിസിനസ്സിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യത്തെ ഒരു 1 ഇയറിൽ നമുക്കൊരു ട്രാക്ഷനും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 1, 2, 3 സ്റ്റുഡൻസൊക്കെ മാത്രമായിരിക്കും നമ്മൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ഇടുകയുണ്ടായി, എന്താണ് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോ നമുക്കിപ്പോഴും ഏറ്റവും റീച്ച് കിട്ടുന്ന ആ വീഡിയോയിൽ നിന്നാണ് നമുക്കിപ്പോഴും കോൾസും എൻക്വയറീസും ഒക്കെ വരുന്നത്. കാരണം എങ്ങനെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പലരും പാടുപെട്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മളൊരു ക്ലിയർ എക്സ്പ്ലനേഷനുമായിട്ട് വന്നു. ആ വീഡിയോയ്ക്ക് ഇപ്പോഴും നല്ല റീച്ചായിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ അന്ന് വീഡിയോയിൽ ഞങ്ങൾ പറയുന്ന ഒരു മെയിൻ ടേമായിരുന്നു മാജിക് നമ്പേഴ്സ്. കാരണം എന്ത് വെച്ചാൽ ക്ലിയർ ആവും, എന്ത് വെച്ചാൽ വിസ ക്ലിയർ ആവും, ഇങ്ങനെ പറയാൻ ആർക്കും ഒരു അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊരു അനലൈസ് ചെയ്ത് പഠിച്ചതിന് ശേഷം കൊണ്ടുവന്ന ഒരു നമ്പേഴ്സാണ്. അത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡായിട്ട് മാറുകയും ചെയ്തു, അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും. അപ്പോൾ ആ നമ്പേഴ്സ് ഞങ്ങളൊന്ന് റിവൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുകയാണ്. മാജിക് നമ്പേഴ്സ് ഓഫ് ഒന്നാമതായിട്ട് ITR, ഇൻകം ടാക്സ് റിട്ടേൺ.
ഇൻകം ടാക്സ് റിട്ടേൺ ഓഫ് ദ സ്പോൺസേഴ്സ്. സ്റ്റുഡൻസ് ആരാണോ പോകാൻ പോകുന്ന സ്റ്റുഡൻസ് അവരുടെ സ്പോൺസേഴ്സിൻ്റെ വാർഷിക വരുമാനം, ആനുവൽ ഇൻകം തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യയിലാണ് സ്പോൺസേഴ്സ് എങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ മാൻഡേറ്ററി ആണ്. 3 വർഷത്തെ ITR റിട്ടേൺസ് ആണ് നമുക്ക് കാണിക്കേണ്ടി വരുന്നത്. പക്ഷേ പേരൻസ് വിദേശത്താണെങ്കിൽ, സ്പോൺസേഴ്സ് വിദേശത്താണെങ്കിൽ നമുക്ക് ITRൻ്റെ ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഗൾഫിലുള്ളവർക്ക് എവിടെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത് അല്ലേ, അതായത് രാജ്യങ്ങളിൽ ഇല്ല. അപ്പോൾ അത് ഗൾഫിലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഒക്കെയുള്ള സ്പോൺസേഴ്സ് ആണെങ്കിൽ പോലും യു ഡോണ്ട് ഹാവ് ടു ഷോ ഇൻകം ടാക്സ് ഫയൽ റിട്ടേൺ പേപ്പേഴ്സ് കാണിക്കേണ്ടതില്ല. സാലറി സ്ലിപ്പും അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ കാണിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് അതിലേക്ക് തിരിച്ചെത്താം. ഈ വാർഷിക വരുമാനം എത്രയാണ് കാണിക്കേണ്ടതെന്ന്. 15 ലക്ഷം ഇന്ത്യൻ റുപ്പിയാണ് ഓൾമോസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺസിന് നമ്മളിപ്പോൾ പറയുന്ന ഫണ്ട്. 12 ലക്ഷം മുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ലക്ഷ്യം അക്സെപ്റ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, നമുക്ക് വിസ കിട്ടുകയും കൂടെ വേണം അല്ലേ. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്ന വാല്യൂ ആഫ്റ്റർ സ്റ്റഡീസ് 12 ലക്ഷത്തിന് ഫയൽ ചെയ്യുന്നവർ അങ്ങനെ ചെയ്ത് വെച്ചോട്ടെ. പക്ഷേ നമുക്ക് ഈ ഒരു ഗെയിമിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ വിജയിച്ച് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ 15 ലക്ഷത്തിൻ്റെ ITR വെക്കുന്നതാണ് ബ്രില്യൻ മൂവ്, സ്മാർട്ട് മൂവ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം വെറുതെയാവും. കുട്ടികൾക്ക് ഒരു വിസ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് എടുക്കുന്നില്ല. ആൻഡ് മറ്റുള്ള രാജ്യങ്ങളിലും ഇപ്പം ഓസ്ട്രേലിയൻ റിജക്ഷൻ കിട്ടിയ ഒരു കുട്ടിയെ മറ്റുള്ള രാജ്യങ്ങളിലും എടുക്കാൻ താല്പര്യപ്പെടാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മളൊരു റിജക്ഷൻ മേടിച്ചു വെക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം തന്നെ എടുത്തു പറയുന്നത് വാർഷിക വരുമാനം 15 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ITR ഇന്ത്യയിലാണ് സ്പോൺസേഴ്സ് എങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. വിദേശത്താണെങ്കിൽ പേ സ്ലിപ്പും നിങ്ങളുടെ കോൺട്രാക്റ്റിൽ പറഞ്ഞ ആ സാലറിയും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാണിച്ചാൽ മതി. ഇനി ഇന്ത്യയിലാണെങ്കിൽ പേ സ്ലിപ്പും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ITRും ഉള്ളത് നല്ലതാണ്. മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. കാരണം ഈ കേസ് ഓഫീസേഴ്സിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ രേഖകൾ കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് നെയിം ചെയ്ത് കംപ്രസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അടുക്കി കാണിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിസ കിട്ടുന്ന കാര്യത്തിൽ അവരുടെ പണി എളുപ്പമാക്കുക, അവർക്ക് സംശയങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നൊരു ചോദ്യമാണ് ഇൻകം ടാക്സ് ആയിട്ട് നമുക്ക് അഗ്രികൾച്ചർ ഇൻകം മാത്രം കാണിക്കാമോ എന്നുള്ളത്. അത് സംശയം വരുത്തുന്നൊരു കാര്യമാണ്. കാരണം അഗ്രികൾച്ചർ സ്റ്റേബിളായിട്ടുള്ളൊരു ഇൻകമായിട്ട് കാണുന്നില്ല ഇന്ത്യയിൽ. അഗ്രികൾച്ചർ ചില സമയത്ത് നന്നാവാം, ചില സമയത്ത് മോശമാകാം. അങ്ങനെയുള്ള ഒരു പ്രവണതയുള്ളതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പ്രൈസസ് ഫ്ലക്ച്വേറ്റിംഗ് ആയതുകൊണ്ട് അഗ്രികൾച്ചർ ഇൻകം ഒരു സ്റ്റേബിൾ ഇൻകമായിട്ട് കണക്കാക്കുന്നില്ലാത്തതുകൊണ്ട് ഒൺലി അഗ്രികൾച്ചർ ഇൻകം ഒരല്പം അപകടം പിടിച്ച പണിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു ബിസിനസ് ഇൻകമോ ഒക്കെ കാണിക്കുന്നതാണ് നല്ലത്. അതുപോലെ റെൻ്റൽ ഇൻകം തന്നെ കാണിക്കുന്നതും പ്രോബ്ലമാണ്. അഗ്രികൾച്ചറും റെൻ്റൽ ഇൻകം കൂടെ കമ്പൈൻ ചെയ്ത് കാണിക്കുന്നത് കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ അവിടെ ഒരു ബിസിനസ് ഇൻകം വരുവാണെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പം ഓരോന്നും കേസ് ബൈ കേസ് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്കറിയാം 12 ലക്ഷം രൂപ വരെ നിങ്ങൾ ബിസിനസ് ആയിക്കോട്ടെ, അങ്ങനത്തെ കോൺട്രാക്റ്റ് വർക്ക് ആയിക്കോട്ടെ, നമുക്കൊരു ടാക്സും കൊടുക്കണ്ട. ഇനി സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 12,75,000 രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് പേ ചെയ്യേണ്ടതില്ല. അതാണ് പുതിയ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് അല്ലേ, ഇന്ത്യൻ യൂണിയൻ ഗവൺമെൻറ് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടാത്തതുകൊണ്ട് തന്നെയാണ് ഒരല്പം ടാക്സ് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല രേഖയെന്ന് പറയുന്നത്. മറ്റേതൊക്കെ നമുക്ക് കെട്ടിച്ചമയ്ക്കാൻ പറ്റുന്നതായതുകൊണ്ട് ഞാൻ പറയുന്നത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഒരു 15 ലക്ഷത്തിലേക്ക് വെക്ക്. മടിയുള്ളവരൊക്കെ 12 ലക്ഷം രൂപയ്ക്ക് വെച്ചോട്ടെ. നമുക്ക് ആ റിജക്ഷൻ എടുക്കേണ്ട ചാൻസ് ഉണ്ട്. റിജക്ഷൻ കിട്ടാനുള്ള ചാൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും അതിൻ്റെ അത് ലോജിക്ക്. ശകലം രൂപയെങ്കിലും നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട് എന്ന് കാണിക്കുമ്പോഴാണ് നമ്മളൊരു സ്റ്റേബിൾ ഇൻകം ഉള്ള ആളാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരം അല്ലേ. അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു മോനെയോ മോളെയോ പഠിപ്പിക്കാൻ പറ്റണം എന്നാഗ്രഹിക്കുന്ന ആൾ അല്പമെങ്കിലും ടാക്സ് കൊടുക്കുന്ന ആളാവണം അല്ലേ. അല്ലാതെ ഇതൊന്നും നമുക്ക് പോസിബിൾ അല്ല, ഫീസിബിൾ അല്ല. അപ്പോൾ ഈ നമുക്ക് ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ നല്ല ടാക്സാണ് നമ്മളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവത്തില്ല ടാക്സ് കൊടുക്കാത്ത ഒരു മനുഷ്യനെ എങ്ങനെ ഇത്രയും എക്സ്പെൻസീവായിട്ടുള്ളൊരു പ്രോഗ്രാം അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിച്ചാൽ മതി. ഇനി ഇതിൻ്റെ ഒരു റൂള് പറഞ്ഞുതരാം. ഫാദർ മദർ ഷുഡ് ബി പ്രൈമറി സ്പോൺസേഴ്സ്. 70% ഓഫ് ദിസ് 15 lakhs ഷുഡ് ബി ഫ്രം പേരൻസ്. അങ്ങനെയുണ്ട്. 30% ക്യാൻ ബി ഫ്രം സെക്കൻഡറി സ്പോൺസേഴ്സ് എന്ന് പറയും. അപ്പോൾ 15 ലക്ഷം രൂപയുടെ 70% എന്ന് പറഞ്ഞാൽ 4.5 അതിൽ നിന്ന് മൈനസ് ചെയ്താൽ 11.5 ലക്ഷം രൂപയാണ്. അപ്പം 11-12 പേരൻസിന് തന്നെ കാണിച്ചാലും ഓക്കെയാണ്. ആൻഡ് ദ അതർ 30% ക്യാൻ ബി ഫ്രം സെക്കൻഡറി സ്പോൺസേഴ്സ്. ഹൂ ക്യാൻ ബി സെക്കൻഡറി സ്പോൺസേഴ്സ്? സിബ്ലിങ്സ്, ഗ്രാൻഡ് പേരൻസ്, അങ്കിൾ, ആൻറ്റി. ഇനി ചില വ്യത്യസ്തമായ കേസുകൾ പറയാം. ചിലപ്പോൾ
സിംഗിൾ പേരൻ്റ് ആണ്, ഒരാൾ മരണപ്പെട്ടു, അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ബ്രദറോ സിസ്റ്ററോ ഏർണിംഗ് ആണെങ്കിൽ അവരുടെ ഹെൽപ്പ് എടുക്കാം. കേസ് ബൈ കേസസ് ആണ്. ഇനി ബ്രദർ വലിയൊരു ബിസിനസ് റൺ ചെയ്യുന്ന ആളാണ്, പേരൻസ് കൃഷിക്കാരാണെങ്കിൽ ആ ബ്രദറിൻ്റെ ക്രോർസിൻ്റെ ടേൺ ഓവറുള്ള ആളാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഫയൽസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസുകൾ നമുക്കത് കേസ് ബൈ കേസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ജനറൽ റൂളായിട്ട് ഞാൻ പറയുക, ഏറ്റവും സേഫായിട്ടുള്ള ഓപ്ഷൻ പേരൻസ് തന്നെ ഒരു 15 lakhs ഇൻകം ഉണ്ട് എന്ന് കാണിക്കുന്ന ഫയലിന് വിസ രജിസ്ട്രേഷൻ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി സിനാരിയോ വൈസ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറയാം. അഗ്രികൾച്ചർ ഇൻകം ഏൺ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഏലം, റബ്ബർ, കുരുമുളക് ഇങ്ങനത്തെയൊക്കെ ഉൽപ്പന്നങ്ങൾ ആണ് നിങ്ങളുടെ ഫാം പ്രൊഡ്യൂസെങ്കിൽ ഇത് വിൽക്കുന്നതിൻ്റെ GST ബില്ലുകൾ കൊണ്ടുവരിക. 2, ഇത് ബാങ്ക് അക്കൗണ്ടിൽ ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് കാണിക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു 6 മാസത്തെയെങ്കിലും സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനകത്ത് ഈ ട്രാൻസാക്ഷൻസ് റെഗുലറായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ക്യാഷിൽ മാത്രം റിസീവ് ചെയ്യുമ്പോൾ അത് കൂടുതൽ അപകടകരമായ ഒരു കാര്യമാണ്. സ്റ്റേബിൾ ഇൻകം എന്ന് കാണിക്കാനും പ്രൂവ് ചെയ്യാനും പാടാണ്. ഇത് ബോഗസ് ഡോക്യുമെൻറ്റ് കാറ്റഗറിയിലേക്ക് അവർ ഹൈലൈറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്ലീസ് ഡു ക്രിയേറ്റ് GST ബിൽസ്. ഇതിനെല്ലാം ട്രാൻസാക്ഷൻസ് പ്രോപ്പറായിട്ട് GST ബില്ലുകൾ സഹിതം കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇടുക്കിയിലെ ഏല കർഷകർ, റബ്ബർ കർഷകർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഫയൽസ് എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ പറയുന്ന മെയിൻ ഡോക്യുമെൻ്റ് ഇതാണ്, GST ബിൽസും ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻസും. ഇനി കർഷകരുടെ ഇൻകം ആണെന്ന് കാണിച്ച് ചിലപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ തഹസിൽദാറിൻ്റെ ഒരു ലെറ്ററും വരുന്നത് ഹെൽപ്ഫുള്ളാണ്. അത് കേസ് ബൈ കേസസിൽ നമ്മൾ പറഞ്ഞു തരാറുണ്ട്, എങ്ങനെയാണത് ക്ലിയർ ചെയ്യേണ്ടത്. ഇൻകം വരുന്നുണ്ട് എന്നുള്ളത് കാണിക്കാനായിട്ട് അങ്ങനത്തെ ലെറ്റേഴ്സ് ഹെൽപ്ഫുള്ളാണ്. കാരണം നിങ്ങൾക്ക് എത്ര ലാൻഡ് ഉണ്ടെന്ന് വില്ലേജ് ഓഫീസിലോ തഹസിൽദാറിനോ റെക്കോർഡ്സ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് അനുസരിച്ചിട്ട് ഇത്ര ഇൻകം ഉണ്ടെന്ന് അവർക്ക് എഴുതി തരുന്നത് ഒരു വാലിഡ് ഡോക്യുമെൻ്റാണ്. ഇനി അടുത്തൊരു കേസ്, നമ്മൾ ബിസിനസ് റൺ ചെയ്യുന്നതെങ്കിൽ അപ്പം ആ ബിസിനസ്സിന് വേണ്ടതും ഒരു 3 തരം ഡോക്യുമെൻറ്റ്സ് വേണ്ടി വരുന്നുണ്ട്. GST രജിസ്ട്രേഷനുള്ള ബിസിനസ്സുകളാണ് ഏറ്റവും നല്ലത്. അത് തന്നെയാണ് കൂടുതലും ക്ലിയർ ആവാൻ എളുപ്പം. അത് ഞങ്ങൾ GST ഇല്ലാത്തവർ GST ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട്. അതൊന്ന്. 2, പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയോ എവിടെയാണോ നിങ്ങളുടെ ബിസിനസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് പഞ്ചായത്ത് ഏരിയയിലാണ് പഞ്ചായത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏരിയയിലാണ് മുനിസിപ്പാലിറ്റിയുടെ സർട്ടിഫിക്കറ്റ്. പിന്നെ ഉദ്യം പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ നല്ലത്. പിന്നെ കറണ്ട് അക്കൗണ്ട്, ബിസിനസ്സിൻ്റെ കറണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഇതാണ് ബിസിനസ് ആണെങ്കിൽ നമുക്ക് കാണിക്കേണ്ട ഡോക്യുമെൻറ്റ്സ്. ഇനി സാലറി ആണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. സാലറിയുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഓഫർ ലെറ്റർ ഓഫ് ദ കമ്പനി, പേ സ്ലിപ്സ് ഓഫ് ദ റീസെൻ്റ് ആയിട്ടുള്ള പേ സ്ലിപ്സ് കാണിക്കുക, ബാങ്ക് അക്കൗണ്ട്, സാലറി അക്കൗണ്ടിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരു 6 months പ്രൊഡ്യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മളുടെ ഒക്യുപ്പേഷൻ വൈസ് ആയിട്ട് വരുന്ന പല കാറ്റഗറിയിലുള്ള ഡോക്യുമെൻറ്റ്സ്. അടുത്തത് ലിക്വിഡ് ഫണ്ടിനെ പറ്റിയാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ രൊക്കം എടുക്കാൻ ഇപ്പോൾ റെഡി ആയിട്ട് എത്ര രൂപയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു മിനിമം 15 ലക്ഷം രൂപയാണ്. നല്ല എമൗണ്ട് മിനിമം ആണ് ഞാൻ പറയുന്നത്, 15 ലക്ഷം രൂപ. കൂടുതൽ ലിക്വിഡ് ഫണ്ട് ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്. 15 ലക്ഷം രൂപയെങ്കിലും തയ്യാറാക്കി വെച്ചാലേ നിങ്ങളുടെ GS ക്ലിയർ ആവുള്ളൂ. വിസയ്ക്കും അതൊരു വാലിഡായിട്ട് വരത്തുള്ളൂ. ഈ 15 ലക്ഷം രൂപ സോഴ്സ് കാണിക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഗോൾഡ് ലോണിൽ നിന്ന് ആ പൈസ വരുന്നത് നമുക്ക് കാണിക്കുന്നത് അനുയോജ്യമല്ല. നിങ്ങളുടെ സേവിങ്സിൽ നിന്നോ FDയിൽ നിന്നോ ഒക്കെയാണ് ആ മണി വരേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി അക്കൗണ്ടിൽ നിന്ന് അക്രൂഡ് ആയിട്ടുള്ള ഫണ്ട്സ് ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ ഫണ്ട് ഒരു 6 മാസം മച്യൂരിറ്റി ഉള്ള ഫണ്ടാണെങ്കിൽ ദെൻ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് എ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾക്ക് അത്ര എമൗണ്ട് ലിക്വിഡായിട്ട് ഉണ്ടാവേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാസം മച്യൂരിറ്റി ഉണ്ടെങ്കിൽ ദേ വോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ FD ആയിട്ട് 6 മാസം മാറ്റി 15 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് വിസ സക്സസ്സിന് അത് എളുപ്പമാക്കുന്ന ഒരു കാര്യമാണ്. കേസ് ബൈ കേസസിൽ നമുക്കിത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ചില കേസുകളിൽ നല്ല സാലറി ഏൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിനൊക്കെ ഒരല്പം റിലാക്സേഷൻ കിട്ടും. എന്നാലും മിനിമം 15 ലക്ഷം രൂപ, നല്ല സാലറി ഏൺ ചെയ്യുന്നവർക്ക് 15 ലക്ഷം രൂപ സ്പെയർ ചെയ്യാൻ കാണുകയും ചെയ്യും അല്ലേ. അപ്പോൾ അതിന് സോഴ്സ് ഉണ്ടാകുന്നത് നമ്മുടെ സാലറി അക്കൗണ്ട്. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ ലിക്വിഡ് ക്യാഷ് ഇല്ല. ചിലവരുടെയൊക്കെ സാധാരണ കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ വരുന്ന സമയത്തായിരിക്കും മിഡിൽ ഈസ്റ്റിലുള്ള പേരൻസ് നാട്ടിലൊരു വീടൊക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്യാഷ് ഷോർട്ട് ആവുന്ന ഒരു സിനാരിയോ ഞാനൊരു 10-20% കുട്ടികളുടെയും GCCന്ന് വരുമ്പോൾ കാണുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാലറി ഒരു 2-3 ലക്ഷം രൂപ കാണുമായിരിക്കും മിനിമം 2 പേരുടെ, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ആയിട്ട്. അങ്ങനെയുള്ള കേസുകളിൽ
2 മാസത്തെ സാലറി നിങ്ങളുടെ സാലറി അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ഡെയിലി എക്സ്പെൻസസിന് വേണ്ടി നിങ്ങളുടെ സാലറി അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ഡ്രോ ചെയ്യാതിരിക്കുക. അന്നേരം നിങ്ങൾക്ക് വേണേൽ വേറെ ഏതെങ്കിലും ഒരു ലോണിൽ നിന്നോ പേഴ്സണൽ ലോണിൽ നിന്നോ ഫണ്ട് എടുത്തിട്ട് യു ക്യാൻ സ്പെൻഡ് ദാറ്റ് എമൗണ്ട്. നിങ്ങൾക്ക് വേറെ എത്ര ലോൺ ഉണ്ടെന്നൊന്നും ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റോ DHA ചെക്ക് ചെയ്യാൻ വരുന്നില്ല. അപ്പം പേഴ്സണൽ എക്സ്പെൻസസ് വേറൊരു ലോൺ എടുത്തുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് മാനേജ് ചെയ്തുകൊണ്ട് സോഴ്സ് ഉള്ള എമൗണ്ടിൽ നിന്നും സോഴ്സ് ഉള്ള ഫണ്ടിൽ നിന്നും തൊടാതിരിക്കുക. ദാറ്റ് ഇസ് ഹൗ യു ക്യാൻ റിസോൾവ് ദിസ് തിങ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു 15 ലക്ഷം രൂപയുടെ ലിക്വിഡ് ഫണ്ട് റേസ് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഇത് മിനിമം ആണ് കേട്ടോ. ചില യൂണിവേഴ്സിറ്റികൾ ഫണ്ട് കാണിക്കുന്ന ടോട്ടൽ ഫണ്ടിൻ്റെ 60% ക്യാൻ ബി ലോൺ ആൻഡ് 40% ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ലിക്വിഡ് ഫണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ടോട്ടൽ ഫണ്ട് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത സെഗ്മെൻറ്റിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവും. ഇനി ലിക്വിഡ് ഫണ്ടും ടോട്ടൽ ഫണ്ടും എല്ലാം ഷുഡ് ബി ഫ്രം എ ഷെഡ്യൂൾഡ് ബാങ്ക് അണ്ടർ ദി അപ്പെക്സ് ബാങ്ക് ഓഫ് യുവർ കൺട്രി. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ റിസർവ് ബാങ്കാണ് അപ്പെക്സ് ബാങ്ക്. റിസർവ് ബാങ്കിൽ അതിൻ്റെ അണ്ടറിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഏത് ബാങ്കുകളിലെ ഫണ്ടും അക്സെപ്റ്റബിൾ ആണ്. നമ്മുടെ ഫെഡറൽ ബാങ്കും കാത്തലിക് സിറിയൻ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും എല്ലാം ICICIയും ആക്സിസും എല്ലാം ഇതെല്ലാം ഷെഡ്യൂൾഡ് ബാങ്കാണ്. വേറാസ് കോപ്പറേറ്റീവ് ബാങ്ക് ഫെഡറൽ ബാങ്ക് അല്ല. പോസ്റ്റ് ഓഫീസിൻ്റെ നിക്ഷേപങ്ങളുള്ള ഫണ്ടുകൾ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഷെഡ്യൂൾഡ് ഫണ്ടല്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇറ്റ് ഷുഡ് ബി ഫ്രം എ ഷെഡ്യൂൾഡ് ബാങ്ക്. ഇനി നിങ്ങൾ ബഹ്റൈനിലോ ഖത്തറിലോ ഒമാനിലോ ഒക്കെ ആണെങ്കിൽ അവിടുത്തെ റിസർവ് ബാങ്കിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ബാങ്കിലാണ് ഈ എമൗണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ വാല്യുബിൾ. അത് ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ലിക്വിഡ് ഫണ്ടിനെ പറ്റി പറയാനുള്ളത്. ലിക്വിഡ് ഫണ്ടിൻ്റെ ഫണ്ട് ഷുഡ് ബി സിറ്റിംഗ് ഇൻ എ ഷെഡ്യൂൾഡ് ബാങ്ക്. ദാറ്റ്സ് ഓൾ. അടുത്തത് ടോട്ടൽ ഫണ്ട്സ്. ടോട്ടൽ ഫണ്ട്സിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത് നിങ്ങളുടെ സ്റ്റുഡൻറ്റിൻ്റെ ഫ്ലൈറ്റ് എക്സ്പെൻസ്, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ എക്സ്പെൻസ്, ഒപ്പം ലിവിങ് എക്സ്പെൻസ് ഫോർ എൻ ഇയർ ആൻഡ് ഓൾസോ 1 ഇയർ ട്യൂഷൻ ഫീ. ഈ 4 കാര്യങ്ങളുടെ എമൗണ്ടാണ് ആഡ് ചെയ്ത് നമുക്ക് കാണിക്കേണ്ടത് ആസ് ഫണ്ട്സ്. ഓസ്ട്രേലിയയിൽ നമുക്ക് GS ക്ലിയർ ചെയ്യാനും വിസയ്ക്കുമൊക്കെ ഈ ഫണ്ടാണ് പറയുന്നത്. അപ്പോൾ അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ 1700 ഓസ്ട്രേലിയൻ ഡോളറാണ് നിങ്ങളൊരു PG പ്രോഗ്രാം, അതായത് മാസ്റ്റേഴ്സ് പ്രോഗ്രാം പഠിക്കാൻ പോവുകയാണെങ്കിൽ വരുന്ന ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ എമൗണ്ട്. ആൻഡ് ബാച്ചിലേഴ്സ് ആണെങ്കിൽ 3 വർഷത്തെ പ്രോഗ്രാം അല്ലെങ്കിൽ 4 വർഷത്തെ 3 വർഷത്തേതാണെങ്കിൽ 2700 ഓസ്ട്രേലിയൻ ഡോളറാണ് ഹെൽത്ത് ഇൻഷുറൻസിന് വരുന്ന ഒരു ആവറേജ് എമൗണ്ട്. ഇതിനും പല പ്രൊവൈഡേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്നുള്ളത് നോക്കി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മൾ തരാറുണ്ട്. എല്ലാ ഏജൻസികളും പറഞ്ഞു തരുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ 1700 ആണോ 2700 ഡോളറാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ തുക. പിന്നെ ഫ്ലൈറ്റ് എക്സ്പെൻസ് ആയിട്ട് ഇവർ $2000 ആണ് പറയുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ടും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. നെക്സ്റ്റ് തിങ് ഈസ് ലിവിങ് എക്സ്പെൻസ് വിച്ച് ഈസ് $29,710 ഓസ്ട്രേലിയൻ ഡോളേഴ്സ്. ഇതാണ് ഒരു കൊല്ലത്തെ ലിവിങ് എക്സ്പെൻസ് ആയിട്ട് പറയുന്ന എമൗണ്ട്. അടുത്തത് ഒരു കൊല്ലത്തെ ട്യൂഷൻ ഫീസ്. ഇത് ഓരോ യൂണിവേഴ്സിറ്റി വൈസ് ഡിഫർ ആവും കേട്ടോ. ഡിഫറൻ്റ് ആണ് ഓരോ യൂണിവേഴ്സിറ്റി. ഒരു ആവറേജ് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയുടെ നമുക്ക് വിസയൊക്കെ കിട്ടാനുള്ള ഒരു നല്ല യൂണിവേഴ്സിറ്റിയുടെ ഫീസ് നോക്കുമ്പോൾ 38,000 ഓസ്ട്രേലിയൻ ഡോളർ എങ്കിലും മിനിമം ആവും. വിച്ച് ക്യാൻ ബി അറൗണ്ട് 40,000 ഓസ്ട്രേലിയൻ ഡോളർ ആസ് വെൽ ഫോർ ആൻ ഇയർ. ഇതൊക്കെയാണ് ട്യൂഷൻ ഫീ. ഇതിപ്പം സ്കോളർഷിപ്പിന് മുന്നേ ഉള്ള ഫീസാണ്. അതാണ് ഇവർ കാൽക്കുലേഷൻ എടുക്കുന്നത്. സ്കോളർഷിപ്പിന് ശേഷം കുറച്ചുകൂടെ ഫീസൊക്കെ കുറഞ്ഞേക്കാം. എന്നാലും നമ്മൾ ഏകദേശം പ്രിപ്പയർഡ് ആവേണ്ട എമൗണ്ട് ഈ പറഞ്ഞ മിനിമം എമൗണ്ടാണ്. വിച്ച് എമൗണ്ട്സ് ടു അറൗണ്ട് 50 lakh ഇന്ത്യൻ റുപ്പീസ്. ഇപ്പം മിനിമം 50 lakh ഇന്ത്യൻ റുപ്പീസിൻ്റെ ഫണ്ടാണ് നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടത്. ഇതിൻ്റെ താഴെ റിക്വയർമെൻ്റ് ഉള്ള യൂണിവേഴ്സിറ്റികൾ കാണാം, കാരണം അതിൻ്റെ ഫീസ് കുറവായുണ്ട്. പക്ഷേ നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലത്. വിസ കിട്ടാനായിട്ട് ഒക്കെ ഇതാണ് ഒരു ആവറേജ് കാൽക്കുലേഷൻ. സോ ഇപ്പോൾ ഒരു പ്രോബ്ലം വന്നിരിക്കുന്നത് ഇവർ ഡേറ്റ അനലിറ്റിക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ പലപ്പോഴും കാണുന്നില്ല. ഒരു പ്രൊഫൈലിൻ്റെ സ്ട്രെങ്ത്തും മെറിറ്റും ഒക്കെ ഇവർ അസസ് ചെയ്യുന്നത് ഈ പല ഫാക്ടേഴ്സിന് ഒരു പോയിൻറ്റും വെയിറ്റേജും കൊടുത്തിട്ടാണ്. ഒപ്പം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ റേറ്റിങ്ങും ഏജൻസിയുടെ റേറ്റിങ്ങും എല്ലാം ഈ വരുന്ന ഫാക്ടേഴ്സിൽ പെടുന്നതാണ്. അപ്പം ഒബ്വിയസ്ലി ഒരു കേരള ബേസ്ഡ് ഏജൻറ്റിൽ നിന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിസ സക്സസ് റേറ്റ് എപ്പോഴും ബെറ്ററാണ്. വേറാസ് ഇഫ് ദേ ആർ വർക്കിംഗ് ഗ്ലോബലി ദേ വിൽ ഹാവ് ടു ഡീൽ വിത്ത് നോർത്ത് ഇന്ത്യൻ ക്ലയൻസ്. അപ്പോൾ എല്ലാവർക്കും ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മെയിൽ ID ലിങ്ക്ഡ് ആണ് നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ എല്ലാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നേപ്പാളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയും കൂടെയാണ് എങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി കോസിങ് ദെയർ വിസ സക്സസ്
ഡ്രാഗിങ് ഡൗൺ അല്ലേ ഓവറോൾ നോക്കുമ്പോഴത്തേക്ക്. അപ്പം കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസിയിൽ നിന്ന് വെക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്ന ക്ലയൻസിൻ്റെ ക്വാളിറ്റി എപ്പോഴും കൂടുതലാണ്. ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് വെരി മച്ച് വാല്യൂ കേരള ക്ലയൻസ്. അപ്പം നമ്മളോട് ഹൊല വേൾഡിനോടാണെങ്കിലും യൂണിവേഴ്സിറ്റീസ് ഞങ്ങൾ സംസാരിക്കാൻ പോകുമ്പോഴൊക്കെ വളരെ സ്നേഹത്തോടെയാണ്, ബിക്കോസ് ദേ നീഡ് കേരള സ്റ്റുഡൻസ്. സോ നമ്മൾ ഓസ്ട്രേലിയ 42 യൂണിവേഴ്സിറ്റിയിലേക്കും നമ്മൾ കുട്ടികളെ വിടുന്നുണ്ട്. സോ വി നോ ആവറേജ് എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും GS റിക്വയർമെൻറ്റ്സ് എടുത്തു വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു കാൽക്കുലേഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ പറഞ്ഞ ഫണ്ട് ഉണ്ടല്ലോ 50 lakhs മിനിമം, അതൊരു 70 lakh ആവുന്നത് കുറേയും കൂടെ സേഫ്റ്റി തരുന്നൊരു കാര്യമാണ്. 50 lakh എന്നുള്ളത് മിനിമം വാല്യൂ ആണ്. 70 lakh ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മനസ്സമാധാനമുണ്ട് വിസ റിജക്ഷൻ ഒന്നും വരാതിരിക്കാനായിട്ട്. 70 lakh കാണിക്കാൻ പറ്റുന്നവരത് കാണിക്കുന്നത് നന്നായിരിക്കും. 50 lakh ഞാൻ മിനിമം പറഞ്ഞതാണ്, ബട്ട് 70 ആവുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എനിക്കറിയാം ഈ എമൗണ്ടൊക്കെ കാണിക്കാൻ ഭയങ്കര പാടാണ് ഒരു കോമൺ മാനെ സംബന്ധിച്ച്, പക്ഷേ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ പറയാമെന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആൻഡ് ഓൾസോ HDFC ക്രെഡിലയുടെ നോൺ കൊളാട്രലും കൊളാട്രൽ ലോൺസ്, HDFC ക്രെഡിലെ മാത്രമേ NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ HDFC ക്രെഡിലയുടെ മാത്രം ഫണ്ടുകളെ പല യൂണിവേഴ്സിറ്റികളും അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാത്തതെല്ലാം ഷുഡ് ബി ഫ്രം എ ഷെഡ്യൂൾഡ് ബാങ്ക്. ലോണുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആൻഡ് ഈ പറയുന്ന ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഫ്രം എ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നുള്ളതും ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. ഇനി HDFC ക്രെഡിലയുടെ ഫണ്ട് ഈവൻ ദോ ഇറ്റ്സ് എ സെക്യൂർഡ് ഓർ അൺസെക്യൂർഡ് ലോൺ, ഇതിൻ്റെ ഫുൾ എമൗണ്ടും ഡിസ്പേഴ്സ് ചെയ്യണം. എന്ന് വെച്ചാൽ സാധാരണ എഡ്യൂക്കേഷൻ ലോണ് നമുക്ക് ഈ ലോൺ സാങ്ഷൻ ലെറ്റർ മാത്രം മതി ക്ലിയർ ചെയ്യാൻ, അതിൽ നിന്നൊരു ശകലം തുക ഡിസ്പേഴ്സ് ചെയ്ത് കാണിച്ചാൽ മതി. അതിന് മാത്രമേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അടിക്കുകയുള്ളൂ അല്ലേ. വേറെ നിങ്ങൾ ഈ ഫുൾ എമൗണ്ട് ഡിസ്ബേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ 50 ലക്ഷം 60 ലക്ഷത്തിൻ്റെ ലോണാണ് സാങ്ഷൻ ആക്കിയിരിക്കുന്നത്, 60 ലക്ഷം രൂപ ഫുള്ള് ഡിസ്ബേഴ്സ് ചെയ്ത് അക്കൗണ്ടിലേക്ക് ഇടുമ്പോൾ 60 ലക്ഷം രൂപയ്ക്ക് മുഴുവൻ ഇൻട്രസ്റ്റ് അടിക്കുന്നത് ഫ്രം ഡേ 1 ആണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇനി എന്താണ് ഈ സെക്യൂർഡ് അൺസെക്യൂർഡ് ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്യൂർഡ് ലോൺ എന്ന് വെച്ചാൽ കൊളാട്രൽ വെച്ചിട്ട് എടുക്കുന്ന ലോൺ. കൊളാട്രൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്തിട്ട് എടുക്കുന്ന ലോണാണ്. അൺസെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ യുവർ സാലറി ആൻഡ് യുവർ ക്രെഡിറ്റ് സ്കോർ, അത് വെച്ചിട്ട് മാത്രം ഇഷ്യൂ ചെയ്യുന്ന ലോണാണ്. അതാണ് അൺസെക്യൂർഡ് ലോൺ. അപ്പം അൺസെക്യൂർഡ് ലോൺ കുറച്ചുകൂടി വിസ പർപ്പസസിന് അത്ര സെക്യൂർ ആണെന്ന് പറയത്തില്ല. എപ്പോഴും കൊളാട്രലുള്ള ലോണാണ് കൂടുതൽ സേഫ്റ്റി ഇൻ അച്ചീവിങ് യുവർ വിസ. അപ്പോൾ കേസ് ബൈ കേസസിൽ നമുക്കിതൊക്കെ നോക്കിയിട്ട് നമുക്കത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എന്നാലും ഞാനിതിൻ്റെ ഒരു ജനറിക് റൂൾസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ ഓർക്കുക, യൂണിയൻ ബാങ്കിൻ്റെയൊക്കെ നോൺ കൊളാട്രൽ ലോൺസ് തരാറുണ്ട്. ടോപ്പ് 10 ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസിനാണ് അവരത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നോൺ കൊളാട്രൽ ലോൺ ആണെങ്കിൽ ആ എമൗണ്ട് ഫുള്ളി ഡിസ്പേഴ്സ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നിയമം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോൺ കൊളാട്രൽ ലോൺ എടുക്കുമ്പോൾ വരുന്ന നഷ്ടം ഫ്രം ഡേ 1 നിങ്ങൾ ഫുൾ എമൗണ്ടിനും ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പേരൻസ്. നമുക്ക് ഫണ്ടിൻ്റെ ക്ലിയറൻസിൻ്റെ സമയത്ത് എഡ്യൂക്കേഷൻ ലോൺ ഒരു പവർഫുൾ ടൂളാണ്, പക്ഷേ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പേടിക്കുന്ന ആൾക്കാരുണ്ട്. ഇത്രയും ഇൻട്രസ്റ്റ് കൊടുത്ത് നമ്മൾ എന്തിനാണ് പഠിക്കാൻ വിടുന്നതെന്നൊക്കെ. എഡ്യൂക്കേഷൻ ലോൺ അല്ലാണ്ട് നിങ്ങളുടെ കയ്യിൽ വേറെ മാർഗ്ഗങ്ങളുണ്ട് ഫീ പേയ്മെൻറ്റ് നടത്താനെങ്കിലും. ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടത്ര രേഖകൾ കാണിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൾവേസ് കൺസിഡർ ടേക്കിംഗ് എഡ്യൂക്കേഷൻ ലോൺ, ബട്ട് അതിൽ നിന്നൊരു ശകല എമൗണ്ട് ഡിസ്ബേഴ്സ് ചെയ്ത് ആ ഒരു ലോണ് ആക്റ്റീവ് ആണെന്ന് തെളിയിച്ചാൽ മാത്രം മതി. ആൻഡ് ഫീ പേയ്മെൻറ്റ് യു ക്യാൻ ഡു ഫ്രം യുവർ പോക്കറ്റ്. യു ഡോണ്ട് ഹാവ് ടു ടച്ച് എഡ്യൂക്കേഷൻ ലോൺ അറ്റ് ഓൾ. അപ്പോൾ സ്റ്റിൽ എഡ്യൂക്കേഷൻ ലോൺ ഈസ് എ വാല്യുബിൾ ആൻഡ് വാലിഡ് ഡോക്യുമെൻറ്റ് ഫോർ വിസ പർപ്പസസ്. ഒരു ബാക്കപ്പ് ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും അത് ഉള്ളത് നല്ലതാണ്. നിങ്ങൾക്ക് മറ്റുള്ള ഫണ്ടുകൾക്ക് സോഴ്സ് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റാതെ വരും. ആൻഡ് നമ്മൾ ലോൺ സാങ്ഷൻ ആക്കി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. യു ക്യാൻ ഡൂ ദ ഫീ പേയ്മെൻറ്റ് ഫ്രം എനിവെയർ വേറെവർ യു വിഷ്. ആൻഡ് എഡ്യൂക്കേഷൻ ലോൺ എടുത്താൽ നമ്മൾ എത്ര എമൗണ്ട് ഡിസ്ബേഴ്സ് ചെയ്യുന്നുണ്ടോ അത്ര എമൗണ്ടിന് മാത്രമേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഗൾഫിലുള്ള പേരൻസും ഒക്കെ ചോദിക്കാറുണ്ട്, നാട്ടിലാണ് ലാൻഡ്, ഞാൻ നാട്ടിൽ വരാണ്ട് എനിക്ക് ലോൺ സാങ്ഷൻ ആക്കാൻ പറ്റുമോ? ലോണിൻ്റെ പുറകെ ഒരുപാട് പേപ്പർ വർക്ക്സ് ഉണ്ട്. സി ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് ആസ് വെൽ. നമുക്ക് ഈ ലോൺ സാങ്ഷൻ ആക്കി തരുന്ന ഏജൻസ് ഉണ്ട്. ദേ വിൽ ടേക്ക് കെയർ ഓഫ് ദി എൻറ്റയർ പ്രോസസ്സ്. അപ്പോൾ ലോണിൻ്റെ പ്രോസസ്സ് ഞാനൊന്ന് ക്വിക്കായിട്ട് പറയാം. ഇറ്റ്സ് എ 5 step പ്രോസസ്സ്. ഫസ്റ്റ് തിങ് ഈസ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നാട്ടിലെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നു. ആ പ്രോസസ്സ് ആദ്യം ഒരു ഏജൻ്റ് ആണെങ്കിൽ ദേ ക്യാൻ ഡൂ ദ പേപ്പർ വർക്ക്സ് പാരലലി. നിങ്ങൾ ബാങ്കിൽ പോയി കഴിഞ്ഞിട്ടായിരിക്കും സാധാരണ ഈ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ബാങ്കിൽ നമ്മൾ നേരിട്ട് ചെല്ലുമ്പോൾ നിങ്ങളൊരു ഓഫർ ലെറ്ററുമായിട്ട് ചെല്ലുമ്പോൾ മാത്രമേ ഇവർ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. വേറാസ് നിങ്ങൾ ഹൊല വേൾഡിനെ പോലുള്ള ഏജൻസിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ പാരലലി നമുക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ത്രൂ ആൻ ഏജൻറ്റ് ചെയ്യിക്കാൻ പറ്റും. ആൻഡ് ദേ വിൽ ടേക്ക് കെയർ ഓഫ് ദി എൻറ്റയർ പ്രോസസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്.
കാരണം ഈ ക്രെഡിറ്റ് സ്കോർ പ്രോപ്പറായിട്ടുള്ളവർക്ക് മാത്രമേ ലോൺ സാങ്ഷനായി കിട്ടുകയുള്ളല്ലോ. അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ആധാരം പരിശോധിക്കുന്നതാണ്. മുന്നാധാരം, പിന്നാധാരം അങ്ങനെ പറയത്തില്ലേ, ആ ആധാരം ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ച് അതിന് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള ഒരു ചെക്ക് നടത്തുന്നതാണ് രണ്ടാമത്തെ. അത് ഡേറ്റാ ബേസിൽ എന്തെങ്കിലും തർക്കത്തിൽ പെട്ട് കിടക്കുന്ന ഭൂമിയാണോ എന്നുള്ള ചെക്കാണ് അത് നടക്കുന്നത്. ഇതും നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട. ഈ 2 പ്രോസസ് വിൽ ഗോ സൈഡ് വേസ്. മൂന്നാമത്തെ കേസ് അസറ്റ് ഇവാലുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ലാൻഡ് വന്ന് അളക്കാനായിട്ടൊരു സർവേയർ വന്ന് ഭൂമി മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന വാല്യൂ എന്താണെന്ന് നോക്കി മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്ത് ഇത് എത്ര വാല്യൂ ഉള്ള പ്രോപ്പർട്ടി ആണെന്ന് നിശ്ചയിച്ചിട്ട് അത് ബാങ്കിന് കൈമാറുന്നതാണ് മൂന്നാമത്തെ പ്രോസസ്സ്. ദിസ് ഓൾസോ നമുക്ക് ഈ പറഞ്ഞ ഓഫർ ലെറ്റർ കിട്ടുന്നതിന് മുന്നേ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ തന്നെ അത്യാവശ്യം സമയം എടുക്കുന്ന പ്രോസസ്സാണ്. സോ ദിസ് ക്യാൻ ബി ഡൺ പാരലലി വെൻ യു കോൺടാക്ട് ഹോല വേൾഡ് ഓർ എനി അതർ ഗുഡ് ഏജൻസി. ദർ ആർ ലോൺ ഏജൻസ് ഹു ഡൂ ദിസ്. ആൻഡ് ലോൺ ഏജൻസിന് 1 രൂപ പോലും നിങ്ങൾ കൊടുക്കേണ്ട. ഈ ലോൺ ഏജൻസിനും നിങ്ങൾ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബാങ്ക് വിൽ ഗിവ് ദം മണി ഫോർ മേക്കിംഗ് ദെയർ ജോബ് ഈസിയർ. That's simple as that. So it's always good to keep people like that sideways. എപ്പോഴും ഞാൻ കാണാറുണ്ട്, നമ്മൾ നേരിട്ടൊരു ലോണിന് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും 2 ആഴ്ചയെങ്കിലും ഫാസ്റ്റർ ആയിരിക്കും വെൻ യു അപ്ലൈ ത്രൂ ആൻ ഏജൻറ്റ്. അപ്പം ഈ ഏജൻറ്റിന് പല ഗുണങ്ങളുണ്ട്. ദേ നോ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻസൈഡ് ദി ഓർഗനൈസേഷൻ. ഫോർ എക്സാമ്പിൾ SBIയിലെ ബ്രാഞ്ച് മാനേജേഴ്സിനെ അറിയാം, റീജിയണൽ ഓഫീസിൽ അവർക്ക് പിടിപാട് കാണും. ബിക്കോസ് ദേ ഓൾറെഡി ഈ ഏജൻറ്റ്സ് പലരും റിട്ടയറായി ഈ ബാങ്കുകളിൽ വർക്ക് ചെയ്ത മാനേജർമാരാണ് ഇങ്ങനത്തെ ഏജൻസികൾ റൺ ചെയ്യുന്നത്. സോ ദേ നോ ദ പ്രോസസ് ഇൻസൈഡ് ഔട്ട് ആൻഡ് ദേ നോ ദ പീപ്പിൾ ആസ് വെൽ. സംടൈംസ് ടു പ്രയോറിറ്റൈസ് ദ ഫയൽസ്, യു നോ ദ ഇന്ത്യൻ സിസ്റ്റം, സംടൈംസ് യു വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ 1 or 2 weeks ടു ജസ്റ്റ് ഗെറ്റ് എ ക്ലിയറൻസ് ഫ്രം ദ ഹെഡ് ഓഫീസ്. അപ്പോൾ ഞാൻ വീണ്ടും പ്രോസസ്സിലേക്ക് തിരിച്ചു പോട്ടെ. അപ്പോൾ നമ്മൾ 3 പ്രോസസ്സ് കഴിഞ്ഞു. 4ാമത്തെ പ്രോസസ്സ് വിദ്യാലക്ഷ്മി പോർട്ടൽ എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. അത് നമ്മളിപ്പം നിങ്ങൾ അക്ഷയയിൽ പോയാലും ചെയ്യാവുന്നൊരു പരിപാടിയാണ്. അതിനകത്ത് ഓൺലൈനായിട്ട് ഈ ഏജൻസ് ആണ്, ദേ വിൽ ഡു ഇറ്റ് ദെംസെൽസ്. ഈ വിദ്യാലക്ഷ്മി പോർട്ടലിനകത്ത് നമ്മൾ ഈ അസറ്റ് ഇവാലുവേഷൻ റിപ്പോർട്ടും നേരത്തെ പറഞ്ഞ സിബിൽ സ്കോറിൻ്റെ രേഖകളും അതുപോലെ ലോയുടെ ക്ലിയറൻസിൻ്റെ പേപ്പറും ഇതിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടിയ ഒരു ഓഫർ ലെറ്റർ ഉണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഇതും കൂടെ വെച്ചിട്ടാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ റൈസ് ചെയ്യും. ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേപ്പറിൻ്റെ ഔട്ട്കമ്മും കൂടെ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് നേരത്തെ പറഞ്ഞ 3 ഡോക്യുമെൻറ്റ്സും ഈ വിദ്യാലക്ഷ്മി പോർട്ടലിൽ നിന്ന് കിട്ടിയ പേപ്പറും കൂടി വിത്ത് യുവർ ഓഫർ ലെറ്റർ ആസ് വെൽ, ഈ 5 രേഖകൾ കൂടി നമ്മൾ ബ്രാഞ്ച് മാനേജറിനായി സബ്മിറ്റ് ചെയ്തിട്ട് ബ്രാഞ്ച് മാനേജർ വിൽ സെൻഡ് ഇറ്റ് ടു ദ ഹെഡ് ഓഫീസ്. അപ്പോൾ ആ റീജിയണൽ ഓഫീസ്, ആക്ച്വലി ഇറ്റ്സ് എ റീജിയണൽ ഓഫീസ്, അപ്പോൾ റീജിയണൽ ഓഫീസിൽ നിന്ന് ക്ലിയറൻസ് കിട്ടുമ്പോഴാണ് ഒരു ലോൺ സാങ്ഷനായി വരുന്നത്. അപ്പോൾ ഇത്രയും പ്രോസസ്സ് ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് ലോൺ പ്രോസസ്സ് ഭയങ്കര പാടാണ്, ഞാൻ കയറി ഇറങ്ങി നടക്കണം. ആക്ച്വലി an agent can do all this thing online and you can talk to them as well. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും നമ്മൾ വഴി വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള പ്രോസസ്സിങ് നടക്കും. അപ്പോൾ ഗൾഫിലുള്ളവരാണെങ്കിലും ലോൺസ് എടുക്കാൻ മടിക്കേണ്ട, വി വിൽ ഹെൽപ്പ് യു വിത്ത് ഓൾ ദീസ് പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയൻ സ്റ്റഡീസ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റുഡൻ്റായിട്ട് മാറാൻ സാധിക്കും. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എൻക്വയറി ഫോം ഫില്ല് ചെയ്താലും കൂടുതൽ നന്നായി ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങൾ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസിന് ആൻസർ തരുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ട്രാക്കായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ എൻ്റർ ആവും. അപ്പോൾ നിങ്ങൾക്കൊരു ID ജനറേറ്റ് ആയി കിട്ടും. ആ ID വെച്ചിട്ട് എനിക്കും നിങ്ങളുടെ ഫയൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓൾവേസ് മേക്ക് ഷുവർ ടു ഫിൽ ദ എൻക്വയറി ഫോം ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ.